ഇന്ത്യൻ സൈന്യത്തിൻ്റെ സുപ്രധാന ദൗത്യമായ ഓപ്പറേഷൻ സിന്ദൂർ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി SCRT. 3ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ പാഠപുസ്തകത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചുള്ള വിവരണം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൈനിക നടപടിയെക്കുറിച്ചും സൈനികരുടെ ധീരതയെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ നടപടിയുടെ പ്രഥമ ലക്ഷ്യം. രാജ്യത്തിൻ്റെ പ്രതിരോധ തയ്യാറെടുപ്പ്, നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, നയതന്ത്രം എന്നിവയെക്കുറിച്ച് വിശദമായി മൊഡ്യൂളിൽ വിവരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണം, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുടെ നിശ്ചയദാർഢ്യം എന്നിവ വിശദമാക്കുന്നുണ്ട്. അയൽ രാജ്യങ്ങളുടെ ഭീഷണികളോട് രാജ്യം എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നത് എങ്ങനെ എന്നതുൾപ്പെടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു സൈനിക നടപടിയല്ല, മറിച്ച് നഷ്ടപ്പെട്ട ജീവനുകൾക്ക് സമാധാനവും ബഹുമാനവും നൽകുന്നതിനുള്ള ഒരു നീക്കമായിരുന്നുവെന്നാണ് NCERT പഠിപ്പിക്കുന്നത്. ഈ പഠന മൊഡ്യൂൾ വിദ്യാർത്ഥികൾക്ക് പ്രധാന പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടല്ല നൽകുന്നത്, മറിച്ച് കൂടുതൽ പഠനത്തിനുള്ള സഹായം എന്നുള്ള നിലയിലാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് SCRT 2 പ്രത്യേക പഠന മൊഡ്യൂളുകളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പഠന മൊഡ്യൂളുകൾ പാഠ്യപദ്ധതിക്ക് പുറമെ അനുബന്ധ മെറ്റീരിയലുകളായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ മൊഡ്യൂളിൻ്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ എ സാഗ ഓഫ് വാലോർ എന്നും 9 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ മൊഡ്യൂളിൻ്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ എ മിഷൻ ഓഫ് ഓണർ ആൻഡ് ബ്രേവറി എന്നുമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നുവെന്നാണ് പഠിപ്പിക്കുന്നത്. 2025 മെയ് 7-ന് പാകിസ്ഥാൻ പാക് അധീന ജമ്മു കശ്മീർ എന്നിവിടങ്ങളിലെ 9 ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ വ്യോമ ആക്രമണം നടത്തിയിരുന്നു.